കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാത്ത പ്രദേശത്ത് നിർമ്മാണം പാടില്ലെന്ന ഉത്തരവിൽ പരസ്പരം പോരടിച്ച് LDFും UDFും. ദേശീയപാത 85-ൽ വാളറ മുതൽ നേര്യമംഗലം വരെയുള്ള മേഖലയിലാണ് തർക്കം. സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ഉത്തരവിന് കാരണമായതെന്ന് UDFും ഡീൻ കുര്യാക്കോസ് MPയുടെ ഇടപെടലുകളാണ് കാരണമെന്ന് LDFും ആരോപിക്കുന്നു. ജില്ലയിലെ 3 പഞ്ചായത്തുകളിൽ ഇരു മുന്നണികളും ഹർത്താലും ആചരിച്ചു. നിർമ്മാണത്തിന്റെ മറവിൽ വ്യാപകമായി മരങ്ങൾ മുറിച്ചുകടത്തിയെന്നും അഴിമതി നടക്കുന്നുണ്ടെന്നും ഹർജിക്കാരൻ NK ജയചന്ദ്രൻ. ദേശീയപാത 85-ന്റെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ മുതൽ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള വനപാതയിൽ അനിശ്ചിതത്വങ്ങൾ നിലനിന്നിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയോടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഹൈക്കോടതി വിധി. നിർമ്മാണത്തിന്റെ മറവിൽ വനമേഖലയിലെ മരങ്ങൾ വ്യാപകമായി മുറിച്ചെന്നാണ് ഹർജിക്കാരന്റെ ആരോപണം. ദേശീയപാത അതോറിറ്റിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും അനാസ്ഥയാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും ഹർജിക്കാരൻ പറയുന്നു. ഒരു അനുമതിയുമില്ലാതെ അനേകം മരങ്ങളും വെട്ടി മണ്ണും എടുത്ത് അത് എങ്ങോട്ടാ കൊണ്ടുപോകണേ, ആർക്കാ കൊടുക്കണേ, അതിൻ്റെ സമ്പത്ത് എങ്ങോട്ടാണ് പോകണേ, അതിൻ്റെ സാമ്പത്തികം ആരാ കൈകാര്യം ചെയ്യുന്നത്, ഇതൊന്നും അറിയാത്ത രീതിക്ക് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പൗരൻ എന്ന രീതിക്കാണ് ഞാൻ ഈ കേസുമായി മുന്നോട്ട് പോയത്. സംസ്ഥാന സർക്കാർ നിർമ്മാണത്തിലിരിക്കുന്ന പ്രദേശം വനഭൂമിയെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതാണ് വിനയായതെന്ന് UDFും ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഡീൻ കുര്യാക്കോസ് നടത്തിയ ഇടപെടലുകളാണ് പ്രശ്നങ്ങളുണ്ടാക്കിയതെന്ന് LDFും ആരോപിക്കുന്നു. MN ജയചന്ദ്രന്റെ BJPയുടെ ജില്ലാ പ്രസിഡന്റും മുൻ ജില്ലാ പ്രസിഡന്റും അവരുടെ പരിസ്ഥിതി സെല്ലിന്റെ ചെയർമാനുമായ ജയചന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ കോടതി നിർത്തിവെക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരു ദ്രോഹി ഈ റോഡ് നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ട് ആ റോഡിൻ്റെ ഇരുവശത്തുമുള്ള ഭാഗങ്ങളെല്ലാം വനമേഖലയാണ് എന്ന രീതിയിൽ നൽകിയ ഒരു പൊതു താൽപ്പര്യ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ആ ഹർജിയെ ശരിവെച്ചുകൊണ്ട് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ അതിന് അനുകൂലമായ രീതിയിൽ ചീഫ് സെക്രട്ടറി ഒരു അഫിഡവിറ്റ് നൽകിയതോടുകൂടി ആ റോഡിന്റെ നിർമ്മാണം ഇപ്പോൾ തടഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് LDFും UDFും ആഹ്വാനം ചെയ്ത ഹർത്താലിൽ ദേവികുളം താലൂക്കിലെ അടിമാലി, പള്ളിവാസൽ, വെള്ളത്തൂവൽ പഞ്ചായത്തുകളിലെ ജനങ്ങൾ വലഞ്ഞു. അതേസമയം നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 14 കിലോമീറ്റർ ഭാഗത്ത് അനധികൃത മരമുറിയോ നിയമലംഘനങ്ങളോ നടന്നിട്ടുണ്ടോ എന്ന് സമഗ്രമായി പരിശോധിച്ച ചീഫ് സെക്രട്ടറി തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ജനം, ഇടുക്കി.